ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വലിയ പ്രാധാന്യത്തോടെയാണ് മലയാള പത്രങ്ങൾ എല്ലാ കാലത്തും നൽകാറുള്ളത്. ഇനി മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെടുന്നൊരു വാർത്തയാണെങ്കിൽ അതിൽ വലിയ താല്പര്യം, പ്രത്യേക താല്പര്യം എല്ലാ മാധ്യമങ്ങളും നൽകാറുണ്ട്. ഇന്നലെ CMRL കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയാണെന്നാണ് ഇന്നലെ വന്നൊരു വാർത്ത. അങ്ങനെ വീണ പ്രതിയാണെന്ന് തന്നെയാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും തലക്കെട്ടും. അത് മാസപ്പടിയിൽ വീണയും വീണു എന്ന് പറയുന്ന മാധ്യമങ്ങളും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്ന് ദേശാഭിമാനി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. മാതൃഭൂമിയിലേക്ക് തന്നെ പോകാം. വീണയ്ക്ക് വിചാരണ എന്നുള്ളതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. വളരെ വിശദമായ വാർത്തയുണ്ട്. പുതിയ ബെഞ്ച് ജൂലൈയിൽ വാദം കേൾക്കും. അതിന് രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM. 10 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാതൃഭൂമി വളരെ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി വിശദമായി മാതൃഭൂമി 7-ാം പേജിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. പ്രതിക്കൂട്ടിൽ മകളെങ്കിലും പൊള്ളുന്നത് മുഖ്യമന്ത്രിക്ക്. അങ്ങനെയാണ് അതിനെ ആ ആംഗിൾ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണ് മാതൃഭൂമി. അന്വേഷണ വഴി തുറന്നത് കമ്പനി രജിസ്ട്രാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വീണ എങ്ങനെയാണ് ആ പ്രതിയായത്, പ്രതി പട്ടികയുടെ ലിസ്റ്റ്, അതിൻ്റെ കോപ്പി വളരെ മനോഹരമായി വിന്യസിച്ചിട്ടുണ്ട് മാതൃഭൂമി 7-ാം പേജിൽ. മനോരമയിലേക്ക് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വീണയ്ക്ക് വിചാരണയാണെങ്കിൽ ഇവിടെ വീണ പ്രതിയാണ്. ഏതാണ്ട് ഏറെക്കുറെ മലയാള പത്രങ്ങൾ അധികവും വീണയ്ക്ക് പ്രതിയാണെന്നുള്ള തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അത്തരം അതിലേക്ക് പോകുന്നില്ല. CMRL കേസിൽ പ്രോസിക്യൂഷന് കേന്ദ്ര അനുമതി, വീണ പ്രതിയാണ് എന്നാണ് മനോരമ പറയുന്നത്. ഇത് പുറത്തു കൊണ്ടുവന്നത് മനോരമയാണെന്ന് മനോരമ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ കട്ടിങ് മനോരമ കൊടുത്തിട്ടുണ്ട്. 11-ാം പേജിൽ വളരെ വിശദമായി, 9-ാം പേജിൽ വളരെ വിശദമായി മനോരമ ഇതിൻ്റെ നാൾ വഴി, സാധാരണ എല്ലാ പത്രങ്ങളും ഒരു കേസുണ്ടായാൽ നാൾ വഴി കൊണ്ടുവരുന്ന പതിവുണ്ട്. ആ നാൾ വഴി CMRL എക്സാലോജി കേസിൻ്റെ നാൾ വഴിയും മനോരമ പറയുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് പൊള്ളുന്നു എന്നാണ് മാതൃഭൂമി പറഞ്ഞതെങ്കിൽ കരിമണലിൽ വീണ് എന്നാണ് മനോരമയുടെ ഹെഡിങ്. രാഷ്ട്രീയ പ്രേരിതമാണ്, നേരിടുമെന്ന് CPM ഒക്കെ പറയുന്നുണ്ട്. ഈ വിജിലൻസ് പോരിൽ വിജയം, അതായത് കഴിഞ്ഞ ദിവസം വിജിലൻസ് കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു, വിജിലൻസ് അന്വേഷണം. അതിന് പിന്നാലെ ഈ കേസിൽ പ്രതിപട്ടികയിൽ വന്നു എന്നാണ് മനോരമ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പുറത്തു വന്നത് ചാർജ് സമ്മറി മാത്രമെന്നുള്ള വിശദീകരണവും ഒക്കെ പറയുന്നുണ്ട്. ഏതാണ്ട് എല്ലാ പത്രങ്ങളും, കേരള കൗമുദിയും സുപ്രഭാതവും മാധ്യമവും അടക്കമുള്ള എല്ലാ പത്രങ്ങളും, അതുമാത്രമല്ല ഇംഗ്ലീഷ് പത്രങ്ങളിൽ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും ആ വാർത്ത വളരെ മനോഹരമായി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. CMRL കേസിനെ കുറിച്ച് തന്നെയാണ് വളരെ വിശദമായി പറയുന്നത്. CMRL കേസ്, CMRL പേ ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതി എന്ന് സമർത്ഥിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നേരെ മറിച്ചത് ദേശാഭിമാനി പാർട്ടി പത്രം എന്ന നിലയിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വീണയെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പത്രം എന്ന നിലയിൽ അത് തിടുക്കത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കം എന്നാണ് ദേശാഭിമാനി പറയാൻ ശ്രമിക്കുന്നത്. CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയാണ്. അതുകൊണ്ട് തന്നെ ഇത് തിടുക്കത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണെന്നാണ് ദേശാഭിമാനി പറയാൻ ശ്രമിക്കുന്നത്. കൊച്ചിയിലെ സാമ്പത്തികകാര്യ കോടതിയിൽ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹത എന്നുകൂടി ദേശാഭിമാനി ഇക്കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് വീണയുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ വാർത്തയുടെ വലിയ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ നൽകിയത്. ഇനി ഇന്നലെ രാജ്യസഭയിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. രാജ്യസഭയിൽ വഖഫ് ബിൽ ഇന്നലെ പാസ്സായി. സാധാരണഗതിയിൽ രാജ്യസഭയിലും ലോക്സഭയിലും വലിയ ചർച്ചകൾ നടക്കുമ്പോൾ രാജ്യത്തെമ്പാടുമുള്ള MPമാരുടെ ചർച്ചകളുണ്ടാകും. ഇന്നലെ പക്ഷേ രാജ്യസഭ കേരളം ശ്രദ്ധിച്ചതും കേരളത്തിൽ നിന്നുള്ള MPമാരും രാജ്യസഭയിലെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും തമ്മിലുള്ള വാക്പോരിനാണ്. സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ജോർജ് കുര്യനും മറ്റ് MPമാരും ഒക്കെ സന്തോഷ് കുമാറും ഒക്കെ ആയിട്ടുള്ള വലിയ തർക്കങ്ങൾക്ക് ഇന്നലെ രാജ്യസഭ സാക്ഷിയായി. അത് രാജ്യസഭയിലെ വഖഫ് പോരിനെ കുറിച്ച് പത്രങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ചർച്ചയിലാകെ മുനമ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുനമ്പം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. അത് ദൃശ്യവൽക്കരിക്കാൻ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത്രയും രസകരമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. വഖഫ് ബിൽ ചർച്ച ഏറ്റുമുട്ടി ബ്രിട്ടാസും സുരേഷ് ഗോപിയും എന്ന് മനോരമ 11-ാം പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. TP51 റീ-രജിസ്റ്റർ ചെയ്യാമോ എന്ന് സുരേഷ് ഗോപിയുടെ വെല്ലുവിളി. കേരളത്തിൽ ഏതാണ്ട് 800ഓളം പേരെ താങ്കളുടെ പാർട്ടി കൊലപ്പെടുത്തിയെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. ജോൺ ബ്രിട്ടാസിന് നേരെ കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ജസ്റ്ററൊക്കെ ഇന്നലെ വളരെ രസകരമായി ചർച്ചയായതാണ്. അതുപോലെ തന്നെ മാതൃഭൂമി അക്കാര്യം വളരെ വിശദമായി മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. രാജ്യസഭയിലും ചൂടൻ ചർച്ച എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും അതുമാത്രമല്ല ജോർജ് കുര്യനുമായുള്ള വാക്കേറ്റവും, 2 കേന്ദ്രമന്ത്രിമാരും കേരളത്തിലുള്ള MPമാരും തമ്മിലുള്ള വാക്കേറ്റവും വാക്പോരും തർക്കവും ഒക്കെ തന്നെയാണ് രാജ്യസഭയിലെ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചയിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മറ്റൊരു വശത്തേക്ക് പോയാൽ ഈ കഴിഞ്ഞ ദിവസം
അത് ദേശാഭിമാനി ആ വാർത്ത വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഭയിൽ വന്നില്ല, അല്ലെങ്കിൽ സഭയിൽ സംസാരിച്ചില്ല എന്ന രൂപത്തിൽ ഒരു വലിയ വാർത്തകൾ വന്നിരുന്നു. അത് ഇന്ന് ദേശാഭിമാനി വീണ്ടും ആ വാർത്ത കൊണ്ടുവരുന്നുണ്ട്. ഇപ്പുറത്ത് സുരേഷ് ഗോപിയുമായി ഏറ്റുമുട്ടലൊക്കെ ജോൺ ബ്രിട്ടാസ് നടത്തുമ്പോഴും അതിനേക്കാൾ വലിയ വാർത്തയായി ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുക്കുന്നത് വിപ്പ് ലംഘിച്ച് വിട്ടുനിന്ന് പ്രിയങ്ക, വാ തുറക്കാതെ രാഹുൽ എന്നുള്ളതാണ്. കോൺഗ്രസ് വെട്ടിലാണെന്നും പറയുന്നുണ്ട്. അതിനെ കേരള കൗമുദി കുറച്ചും കൂടി വിശദമാക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് നിലപാടിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. അത് ഒന്നാം പേജിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേരള കൗമുദി. അതായത് ഈ വിഷയത്തിൽ, അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസാരിക്കുന്നില്ല, ഈ വഖഫുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല എന്ന കാര്യത്തിൽ കേരള കൗമുദി അക്കാര്യത്തിൽ ലീഗിൻ്റെ ഒരു എതിർപ്പിനെ ലീഗിനുണ്ടായ എതിർപ്പിനെ കേരള കൗമുദി ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രിയങ്ക വിദേശത്താണ് എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു വിശദീകരണം, പ്രിയങ്ക ഗാന്ധി വളരെ അടുത്ത സുഹൃത്തുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അത്യാവശ്യമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോയിരിക്കുകയാണെന്നാണ് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നത്. അത് കോൺഗ്രസിൻ്റെ വിശദീകരണവുമായി മാതൃഭൂമി 7-ാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്തായാലും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും വഖഫ് വിഷയത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും രണ്ടുപേരും സംസാരിക്കാതിരുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് രാജ്യസഭയിലും സംസാരിക്കാൻ അവസരം കിട്ടുമായിരിക്കും പ്രതിപക്ഷ നേതാവ് നിലയിൽ. എന്തായാലും ഇവർ രണ്ടുപേരും സഭയിൽ പാർലമെൻറ്റിൽ വാ തുറക്കാതിരുന്നത് വലിയ രൂപത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. ദേശാഭിമാനി കെ സുധാകരൻ ലോക്സഭയിൽ സംസാരിക്കാതിരിക്കുന്നതിനെയും വാർത്തയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം ആലോചിച്ചാൽ രാജ്യസഭയിലല്ല, ലോക്സഭയിൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞത് വഖഫ് കാര്യങ്ങളല്ല. അത് വളരെ വിശദമായി 11-ാം പേജിൽ, അതൊരു കൗതുകമുള്ള വാർത്തയാണ്. കാരണം ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം വഖഫിനെ കുറിച്ച് സംസാരിക്കാതിരുന്ന രാഹുൽ ഗാന്ധി ഇന്നലെ ആവേശത്തോടെ വലിയ രൂപത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വഖഫിനെ കുറിച്ചല്ല, അത് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവയെക്കുറിച്ചുള്ള വാർത്തയിലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ്. എന്ത് ചെയ്യാൻ പോകുന്നു ട്രംപിൻ്റെ അല്ലെങ്കിൽ US-ൻ്റെ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വലിയ ആവേശത്തിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര നിലപാട് വ്യക്തമാക്കണം. ആ വാർത്ത മനോരമ 11-ാം പേജിൽ വളരെ വിശദമായി നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലുണ്ട് എന്ന് മനോരമ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്ത കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉൾപേജിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. മറ്റൊന്ന് ജബൽപൂരുമായി ബന്ധപ്പെട്ടാണ്. ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരായി നടന്ന ആക്രമണം, അത് ഒരു പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ വഖഫും വീണ വിജയനും ഒക്കെ നിന്നതുകൊണ്ടായിരിക്കണം ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ, ദേശാഭിമാനിയും കേരള കൗമുദി 7-ാം പേജിലും മനോരമ 10-ാം പേജിൽ അത് ജബൽപൂരിലെ ആക്രമണത്തിൻ്റെ തുടർച്ചയെന്നോളം പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദേശാഭിമാനി 1-ാം പേജിൽ, കേരള കൗമുദി 7-ാം പേജിൽ, മനോരമ 10-ാം പേജിലടക്കം നന്നായി നൽകിയിട്ടുണ്ട്. ഈ CPM-നെ ആര് നയിക്കുമെന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. അതാണ് CPM-നെ ആര് നയിക്കുമെന്നുള്ളതാണ് ചോദ്യം. അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മധുരയിൽ. അത് മാതൃഭൂമി 1-ാം പേജിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള MA ബേബി ആയിരിക്കുമോ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ധാവളയായിരിക്കുമോ, അശോക് ധാവളയായിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി 1-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുള്ളത്. CPM-ൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഉൾപേജുകളുണ്ട്. മനോരമ മറ്റൊരു രൂപത്തിലാണ് 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. CPM പാർട്ടി കോൺഗ്രസ് പാർട്ടി വളർത്തണം, കേരള മോഡലാണ് ഇടതുമുന്നണി എന്ന രൂപത്തിൽ. അതായത് ഇന്ത്യയെമ്പാടും തെലങ്കാനയിലൊക്കെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇടതുമുന്നണിയെ കേരള മോഡലിൽ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ നയരേഖയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മനോരമ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നുള്ളത് ബംഗാളിൽ ഏതാണ്ട് 25,000 അധ്യാപകർക്ക് തൊഴിൽ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് മമതാ ബാനർജി സർക്കാരിനെതിരെ ആയതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതാണ്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. സേതു,